ഈ ഡിസിഷൻ മേക്കിംഗ് ബിസിനസ് ഓണേഴ്സിന് ചാലഞ്ച് ഉള്ളൊരു ഫീൽഡാണ്, പ്രത്യേകിച്ച് കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ള ബിസിനസ് ഓണേഴ്സ്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറുന്നത്? ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് വരുന്ന സമയത്ത് ഈ തീരുമാനമെടുക്കുക എന്ന് പറയുന്ന സംഗതി കോംപ്ലിക്കേറ്റഡ് ആവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ നമുക്ക് ഫാസ്റ്റാಗಿ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സംഗതി കുറച്ച് എളുപ്പമാക്കാൻ സാധിക്കും. അതായത് പലപ്പോഴും ഈ മൾട്ടിപ്പിൾ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, ആ ഓപ്പർച്യൂണിറ്റി എടുക്കണോ വേണ്ടയോ, ഇതൊരുപാട് ഡിസ്കഷൻ ഡിബേറ്റ് ഒന്നുണ്ടാവും, ഇവർ തമ്മിൽ നടക്കുന്നുണ്ടാവും. മിക്കവാറും ഇതുണ്ടാവും ഈ വാട്സപ്പ് ഗ്രൂപ്പുകളായിരിക്കും, അതിൽ ചറപറ ഡിസ്കഷൻ നടക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ബിസിനസ് ഓണേഴ്സുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ബിസിനസ്സിൻ്റെ ഒരു 3 വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പ്, ഒരു നോർത്ത് സ്റ്റാർ സെറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കസ്റ്റമർ ആരാണ്, നമ്മുടെ ഒരു ബിസിനസ് മോഡൽ എന്താണ്, നമ്മുടെ ആരുടെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതുമായിട്ട് അലൈൻഡ് ആവുന്ന നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എടുക്കുക എന്നുള്ളൊരു ക്ലാരിറ്റി ഇവർ നമ്മളുണ്ടാവണം. അത് ഡോക്യുമെൻറ്റ് ചെയ്യണം. അതിനാണ് നമ്മളൊരു ബിസിനസ്സിൽ നോർത്ത് സ്റ്റാർ സെറ്റ് എന്നൊക്കെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തേക്കുള്ള റോഡ് മാപ്പ് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് അല്പം കൂടി എളുപ്പമാവുന്നുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം, കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുള്ള ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഈ പാർട്ട്നേഴ്സിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും എല്ലാത്തിലും കയറി ഇടപെടാമെന്നുള്ളതല്ല, കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ലീഡർഷിപ്പിൻ്റെ ദൗത്യം. അപ്പം ആ രീതിയിൽ ഓരോരുത്തരും റോൾസ് ക്ലാരിറ്റി വരുത്തണം. ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഈ 3 പേരും 4 പേരും ഉണ്ടാകുന്ന ബിസിനസ്സിൽ എപ്പോഴും ആ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അപ്പർ ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ക്ലാരിറ്റി വരുത്തണം. ഇദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇദ്ദേഹം എന്തൊക്കെയാണ് ബാക്കിയുള്ള പാർട്ട്നേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ ഇൻഫോം ചെയ്താൽ മതി, ചില കാര്യങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതില്ല, അദ്ദേഹത്തിന് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്തരം ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാനൊരു ബിസിനസ് ഓണറുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം ഒരു കേസ് പറഞ്ഞു. അതായത് നമുക്കൊരു സംവിധാനമുണ്ട്. അതായത് ഇദ്ദേഹമാണ് ബിസിനസ് റൺ ചെയ്യുന്നത്, ഹീസ് എ മാനേജിങ് പാർട്ട്ണർ. അതുകൂടാതെ അദ്ദേഹത്തിന് 4-5 പാർട്ട്നേഴ്സ് ഉണ്ട്. ഈ പാർട്ട്നേഴ്സ് ഇടയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഈ മാനേജിങ് പാർട്ട്ണർ ലീഡ് ചെയ്യുന്ന ടീമുമായിട്ട് റാൻഡംലി മീറ്റിംഗ് ഇരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ടീമിനെ കൺഫ്യൂഷൻ ആക്കും. അപ്പം ഇതൊരു മെക്കാനിസമായിട്ട് ചെയ്തെടുക്കുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ വർക്ക് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം അവർക്കറിയില്ല ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ആർക്കാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, എപ്പോഴും ഒരാൾക്ക് അപ്പർ ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തെല്ലാം ഡിസ്കസ് ചെയ്യണം, എന്തെല്ലാം ബോർഡുമായിട്ട് ഡിസ്കസ് ചെയ്യണം, എന്തൊക്കെ അപ്രൂവൽ എടുക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താവും, ഡിസിഷൻസ് ഫാസ്റ്റ് ആവും. പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ്, ഇത്തരത്തിലുള്ള പാർട്ട്നേഴ്സുള്ള ബിസിനസ് ഓണേഴ്സിന് ഒരുപാട് ബിസിനസ്സിൽ അവർക്ക് ഗ്രോത്ത് ഡിലേ ആവുന്നുണ്ട്. കാരണം എന്താ, ചർച്ച ചെയ്ത് കിട്ടണം. അപ്പം അതിന് പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് തീരുമാനം എടുക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ളൊരു പേപ്പറിലാക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരവും ഉണ്ടാവും. അപ്പം അങ്ങനെ ഡിസിഷൻ ഫാസ്റ്റ് ആക്കുക, ഗ്രോത്തിനെ ഡിലേ ആക്കാതിരിക്കുക. ആ രീതിയിലുള്ള ക്ലാരിറ്റി ലീഡർഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്.